ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്ഥാനാർത്ഥിയില്ല എന്നുള്ളതാണ് സത്യം. BJP മത്സരിക്കാൻ താല്പര്യമില്ല. അവർക്കറിയാം UDF വൻ വിജയം നേടാൻ പോവുകയാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇവർക്കാർക്ക് സ്ഥാനാർത്ഥിയില്ലാത്തത്. അതാണ് ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ വെള്ളിയാഴ്ച വരെ കാത്തിരിക്കുന്നത്. ആരെയെങ്കിലുമൊക്കെ കഴിഞ്ഞ പാലക്കാട് പോലെ കിട്ടുമെന്നാണ് കരുതിയത്. ആരെയും കിട്ടിയില്ലല്ലോ. UDFും കോൺഗ്രസും ഒരുമിച്ചാണല്ലോ. അതുകൊണ്ട് ആരെയും കാലുമാറ്റാൻ കഴിയുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ആരെയും കിട്ടുന്നില്ല. BJP ആണെങ്കിലും കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ചാക്കിട്ട് പിടിക്കാൻ കഴിയുമോ എന്ന് നോക്കി, അതും നടന്നില്ല. ഞാൻ അതിലേക്ക് തന്നെ വരികയാണ്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. ഈ സർക്കാരിനെതിരായ പോരാട്ടമായിരിക്കും ഇതെന്ന് പറയുന്നുണ്ട്. ഇതുവരെ അവിടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ ഈ ഇടതുപക്ഷത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. BJP മത്സരത്തിൽ നിന്ന് പിന്മാറി അവിടെ BDJS വരുമെന്ന് പറയുന്നു. അതിലുമൊന്നും ഒരു സ്ഥിരീകരണമായിട്ടില്ല. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന 4 ദിവസമായിട്ടും UDFന് ഈ വിഷയങ്ങളൊന്നും നിലമ്പൂരിൽ ഇനിയും ചർച്ച ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൽ നിലമ്പൂരിൽ ഒരു PV അൻവറിൽ മാത്രം കറങ്ങി നടക്കുകയാണ്. എന്ത് ചർച്ച ചെയ്യാൻ? ഒരു ചർച്ചയില്ല. അവിടെ സ്മൂത്തായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. മണ്ഡലം കൺവെൻഷനുകൾ നടക്കുന്നു. ഞാനിന്ന് പോകുന്ന 4 മണ്ഡലം കൺവെൻഷനുണ്ട്. അവിടെ സ്ഥാനാർത്ഥി നല്ല നിലയിൽ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു തർക്കവും അവിടെയില്ല. അൻവറുമായിട്ടുള്ള പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവരും പ്രധാന രംഗത്ത് സജീവമാണ്.